എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അളവെടുത്ത് ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് ലൈനിങ്. ഇപ്പോൾ ലൈനിങ്ങിലാണ് നമ്മളിത് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ കൂടെ ഇതിൽ പാൻറ്റിൻ്റെ തുണി കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്യാമെന്നും കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതിലാകെ എത്ര തുണിയുണ്ടെന്ന് നോക്കാം. ഇതിലാകെ ഉള്ളത് 3.5 മീറ്റർ തുണിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ലൈനിങ്ങും വേണം, അതേപോലെ പാൻറ്റും അടിക്കണം. അപ്പോൾ നമുക്ക് പാൻറ്റിലേക്കുള്ള തുണി ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് എത്ര വേണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് വരുന്നത് എലാസ്റ്റിക്കാണ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു 2 മീറ്റർ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 മീറ്റർ നമ്മൾ പാൻറ്റിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് സ്ട്രൈറ്റ് പാൻറ്റാണ്. അതിൻ്റെ കട്ടിങ് വേണമെങ്കിൽ പിന്നീട് കാണിക്കാം. പിന്നെ ബാക്കി ഉള്ള ഈ തുണി നമുക്ക് ലൈനിങ്ങിന് എടുക്കാം. ഏകദേശം 1.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ 1.5 മീറ്ററിൽ നമുക്ക് ഇത് നീളത്തിൽ കിട്ടില്ല. അപ്പോൾ ലൈനിങ് ഇത് ഉള്ള ഇറക്കത്തിൽ വീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ സ്ലീവിലേക്ക് ലൈനിങ്ങിൽ ഇതിലുണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ 4ആയിട്ട് മടക്കിയിട്ട് നമുക്ക് ലൈനിങ് എടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ചുരിദാറിൻ്റെ അളവൊന്ന് എടുത്തു വയ്ക്കാം. ഈ മെത്തേഡിലല്ല തയ്ക്കുന്നത്. ഇത് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ കുറവ് വരും. അതുപോലെ ഇറക്കും അളവൊക്കെ ഇത് അളവെടുക്കാം. ഇത് ഇറക്കം വന്നിട്ട് 45.5 വരുന്നുണ്ട്. ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഷോൾഡർ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന അതാണ്. ഇത്രയും നമുക്ക് ഷോൾഡർ വേണ്ട. നമുക്ക് വേണ്ടത് 12 ഇഞ്ച് മതി. ബാക്കി നമുക്കിതിൻ്റെ ചെസ്റ്റിൻ്റെ അളവൊക്കെ അടിമറിച്ചിട്ടെടുക്കാം. ചെസ്റ്റ് വന്നിട്ട് 17 ഇഞ്ചാണ് വരുന്നത്. ഷേപ്പ് 15.5 വരുന്നുണ്ട്. ഹിപ്പ് ഇതേപോലെ ഓപ്പണിൻ്റെ ഇവിടുത്തെ അളവാണ് എടുക്കേണ്ടത്. ഇവിടെ വന്നിട്ട് 20 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് ഓപ്പൺ വരെ എത്ര അകലുണ്ടെന്ന് നോക്കാം. ഇതൊരു 12 ഇഞ്ച് വരുന്നുണ്ട്. ആം ഹോൾ വന്നിട്ട് 15 ഇഞ്ച്. പിന്നെ ബോട്ടം റൗണ്ട് എത്രയുണ്ടെന്ന് നോക്കാം. ഇത് 20 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ നമുക്കതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് ഇതേപോലെ 1.5 മീറ്റർ ആണുള്ളത്. അത് ഇതേപോലെ 4ആയിട്ട് മടക്കിയിടുക. അതുപോലെ വീതി സൈഡിലാണ് ഇതിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. അപ്പോൾ ഇറക്കമുള്ളത് എടുക്കുക. ഇവിടെ കരഭാഗമാണ്. അപ്പോൾ അത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇട്ടാൽ മതി. ഇവിടെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 12 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച്. തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ആം ഹോൾ 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. കഴുത്ത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യണുള്ളൂ. അത് പിന്നീട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ അകലാണ് വേണ്ടത്. ഇതിൽ നമ്മൾ എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് അതിൽ എത്ര അകലം വേണം നോക്കുക. ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി 3.25 ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചെസ്റ്റ് വേണ്ടത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരച്ച് നോക്കാം. ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആം ഹോൾ വേണ്ടത് 15 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 7.5. അപ്പോൾ 7.5 7.25 വരുന്നുണ്ട്. ഒരു 4 ഇഞ്ച് കൂടുതൽ വേണം. അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്ര ഓപ്പൺ വേണമെന്ന് നോക്കുക. ഇതിൽ വന്നിട്ട് സൈഡിൽ ഓപ്പൺ വരുന്നത് 12 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് വന്നിട്ടൊരു 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഹിപ്പ് വേണ്ടത്
നമുക്ക് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. ഇവിടെ ഷേപ്പ് 15 ഇഞ്ചാണ്. അപ്പോൾ 7.25 ഇഞ്ച്. ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ബോട്ടം റൗണ്ട് വന്നിട്ട് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. അപ്പോൾ ആ 11 ഇഞ്ച് തന്നെ കുറച്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ ഡിസൈൻ സെൻറ്ററിൽ മടക്കിയെടുക്കുക. അതിനുശേഷം ലൈനിങ് ഒപ്പം വയ്ക്കുക. ഒരു 1/2 ഇഞ്ച് കൂടുതൽ വയ്ക്കുക. അതായത് തയ്യത്തുമ്പ് എക്സ്ട്രാ വയ്ക്കുക. ഇനി ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഉള്ള ഇറക്കം വെച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ തന്നെ വിടാം. ഇത് എക്സ്ട്രാ ഉള്ളത് നമുക്ക് ലൈനിങ്ങും കൂടെ ചേർത്ത് അടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതിനുശേഷം ബാക്കിയുള്ള തുണി ഇതേപോലെ ആവശ്യമുള്ള വീതിക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ ബാക്ക് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇറക്കം പിന്നീട് കറക്റ്റ് ചെയ്താൽ മതി. ഇനി ഈ പീസിൽ നിന്ന് നമുക്ക് സ്ലീവ് എടുക്കാം. ഇളകാതിരിക്കാൻ അവിടെ ഒരു സൂചി കുത്താം. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കുക. ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോൾ വേണ്ടത് 7.5 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യുക. ഇറക്കം 13 ഇഞ്ചാണ്. അപ്പോൾ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മടക്കി അടിക്കാൻ മാർക്ക് ചെയ്യുക. സ്ലീവിൽ നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. സ്ലീവിൻ്റെ റൗണ്ട് ഇവിടെ 10 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുഴിച്ച് കട്ട് ചെയ്യുക. ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.